ബാലകൃഷ്ണന്റെ കരച്ചിലാണ് ഇപ്പോൾ കേരളം മുഴുവൻ കേൾക്കുന്നത്. ഉണ്ണി ബാലകൃഷ്ണന് ഭയമാണ് SNDPയെയും NSSനെയും BJP വിഴുങ്ങുമോ, അങ്ങനെ വിഴുങ്ങിയാൽ BJPക്ക് കേരളത്തിൽ അധികാരം കിട്ടും. ഇത് NSSന്റെ SNDPയുടെ നേതാക്കൾക്ക് ആശങ്കയില്ലെങ്കിലും ഉണ്ണി ബാലകൃഷ്ണന് ഭയങ്കര ആശങ്കയാണ്. ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് SNDPയും NSSും BJPക്കൊപ്പം നിന്നാൽ BJP വരുമോ, അതോടെ ലീഗിന്റെ പ്രമാദിത്വം അവസാനിപ്പിക്കുമോ, അപ്രമാദിത്വം അവസാനിക്കുമോ? ഇതാണ് ഉണ്ണിയുടെ കരച്ചിലിന്റെയും നിലവിളിയുടെയും കാര്യം. ഉണ്ണി പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഉണ്ണി എന്ന് പറഞ്ഞാൽ ഉണ്ണി ബാലകൃഷ്ണനാണ്. ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് ഒരു അജണ്ടയുണ്ട്. അജണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അത് നമുക്ക് അദ്ദേഹത്തിന്റെ ഓരോ പരിപാടിയിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു പൊളിറ്റിക്സ് തന്നെയാണ്. ആ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അത് ഇപ്പം വീണ്ടും അദ്ദേഹം വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ നമുക്കത് ഇസ്ലാമിസ്റ്റുകളുടെ പൊളിറ്റിക്സ് ആണ്, പൊളിറ്റിക്സ് ആണെന്ന് ഒരു തോന്നുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം, അതല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉരുത്തിരിഞ്ഞ വെള്ളാപ്പള്ളി മുസ്ലിങ്ങൾക്കെതിരെ ഒന്നും അദ്ദേഹം പറഞ്ഞായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം മലപ്പുറത്തിനെതിരെ പറയുന്നു. മലപ്പുറത്ത് നടക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ മലപ്പുറത്ത് ഒരു ഭരണഘടന അല്ലെങ്കിൽ അത്തരത്തിൽ സമത്വമുള്ള ഒരു ഭരണഘടനയുള്ള നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മലപ്പുറത്ത് നടക്കുന്നത് നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള കാര്യമാണോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചോദ്യമാണ് കൊണ്ടുവന്നത്. അപ്പം ആ ചോദ്യം വന്നപ്പോൾ വിരളി പിടിക്കുന്നത് ആരാണെന്ന് നമ്മൾ കണ്ടു. ഈ ചോദ്യത്തിന് ഉള്ള ഉത്തരം ജനം തേടുമോ എന്ന് ആശങ്കപ്പെടുന്ന ഒരു പാർട്ടി ആരാണ്? ഈ പറയുന്നത് മുസ്ലിം ലീഗാണ്, അല്ലെങ്കിൽ മുസ്ലിം മതസംഘടനകളാണ്. അതാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് ഷാജി ചോദിച്ചത്. കേരളം ഇപ്പോൾ മതമല്ല പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ഷാജി പറഞ്ഞത് മതമാണ് പ്രശ്നം. ഞങ്ങൾ മതത്തിന്റെ മുസ്ലിങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിം മതത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് പറയുമ്പോൾ മതേതരത്വ ജനാധിപത്യത്തിന് എതിരാണ് വെള്ളാപ്പള്ളി, അത്തരത്തിൽ കാര്യം പറഞ്ഞിരിക്കുന്നു എന്ന് പരസ്യമായിട്ട് പറയുകയും കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ മുഖത്ത് കരിയോയിലൊടിക്കാൻ പരസ്യമായിട്ട് ആഹ്വാനം ചെയ്യുകയും ചെയ്തപ്പോൾ അതിന് പിന്തുണ കൊടുത്ത VD സതീശൻ എന്തുകൊണ്ട് ഈ പറഞ്ഞ ഷാജിയുടെ ഈ നിലപാടിനെതിരെ പറയാൻ, ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ ജനാധിപത്യത്തിനെതിരെയുള്ള നിലപാടിനെതിരെ പറയാൻ, ഒരുപക്ഷെ മതരാഷ്ട്രം വന്നാലേ ഈ ഇന്ത്യയിൽ ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ അല്ലെങ്കിൽ ഗുണമുണ്ടാകുന്ന രീതിയിൽ നിസ്കരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞതിനെതിരെ പറയാൻ സാധിക്കാത്തത് എന്നുള്ള ചോദ്യമാണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നമായത്. അതിനുശേഷമാണല്ലോ ആ ചോദ്യത്തിന് സതീശന്റെ ആ ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ ഇത്തരത്തിൽ വെള്ളാപ്പള്ളിയെ സതീശൻ ഒറ്റപ്പെടുത്തുന്ന ഒറ്റ കാരണം കൊണ്ടാണ് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഒന്നിച്ച് നിൽക്കണം, നായാടി മുതൽ നമ്പൂരി വരെ. അത് ശരിയാണെന്നുള്ള രീതി വന്നപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ എന്തിനാ കരയുന്നത്? SNDP നിങ്ങൾ മനസ്സിലാക്കണം, ഇത് രണ്ടും മതത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്. അതല്ലാതെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി. മുസ്ലിം ലീഗ് പാർട്ടിയാണെങ്കിൽ, ജനാധിപത്യ സംവിധാനത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന പാർട്ടിയാണെങ്കിൽ, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന പാർട്ടിയാണെങ്കിൽ, ഈ പറയുന്ന ഷാജി ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ പറയുന്ന മതമാണ് പ്രശ്നമെന്ന് പറയുന്നതിന്റെ അത്രയും ഇവിടുത്തെ NSS പറയുന്നോ? NSS ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പോലെ NSS ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പറഞ്ഞ മറ്റെല്ലാ ജാതിയുടെയും ഉന്നമനത്തിന് വേണ്ടി കൂടി പ്രവർത്തിക്കുന്ന സംഘടനയായിരിക്കും SNDP. അങ്ങനെ തന്നെയാണല്ലോ. ഇന്നലെ ഒരു മുസ്ലിം നേതാവ് ഇന്നലെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം 5 തവണ നിസ്കരിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തെ നിങ്ങൾ വോട്ട് ചെയ്യണം. അതെ. അപ്പൊ അതുപോലെ SNDP അങ്ങനെ അത് കരുനാഗപ്പള്ളിയിലെ MLA പറഞ്ഞു. CPM കാരനാണ്, ഉറച്ച CPM കാരൻ. ഞാൻ ഒരിക്കലും കള്ളം പറയില്ല. എന്തെന്നാൽ ഞാൻ 5 നേരം നിസ്കരിക്കുന്ന ആളാണ്. അപ്പൊ ബാക്കിയുള്ള ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായോണ്ടെന്നല്ല പറയുന്നത്, 5 നേരം നിസ്കരിക്കുന്ന അവരുടെ മതത്തിന്റെ അല്ലെങ്കിൽ സമുദായത്തിന്റെ നിസ്കരിച്ചിട്ട്. അപ്പൊ ബാക്കിയുള്ളവരെല്ലാം കള്ളം പറയുന്നു, കള്ളന്മാരാണ്. അപ്പൊ ഞാനീ പറഞ്ഞു വന്നത് SNDPയുടെ എന്താണ്, SNDPക്ക് അത് എല്ലാ ജാതിക്കുള്ളവരും വരാം. അവരും ഈ പറയുന്ന മറ്റു ജാതികളെ ഒന്നും ഡീപ്രമോട്ട് ചെയ്യുന്നില്ല. ശ്രീനാരായണ ഗുരു ആദ്യം മുസ്ലിമിനെ വിളിച്ചിരുത്തിയ, പക്ഷേ ആ വിളിച്ചിരുത്തിയ മുസ്ലിം അല്ലല്ലോ ഇന്ന് ഈ കേരളത്തിൽ നിൽക്കുന്നത്. ഞങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു കേരളം ഉണ്ടാവണം, ഞങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഇന്ത്യ ഉണ്ടാവണം. അത്തരത്തിൽ ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾ തൃപ്തിപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വരുമ്പോൾ ഈ പറയുന്നവർ 5 മന്ത്രി 6 മന്ത്രി, ആ മന്ത്രിസഭയ്ക്കകത്ത് നിന്ന് ഈ പറയുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പ്, അല്ലെങ്കിൽ ഇതുപോലെ വ്യവസായ വകുപ്പ്, അല്ലെങ്കിൽ ഈ ഒരു ഭരണത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഭരണത്തെയും സംസ്ഥാനത്തെയും ജനങ്ങളെയും ബാധിക്കുന്ന വകുപ്പുകളൊക്കെ ഏറ്റവും
ഏറ്റെടുത്തിട്ട് അത് അവർക്ക് വേണ്ടി മാത്രം കൈകാര്യം ചെയ്യുന്ന കാര്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ ആളില്ലായിരുന്നപ്പോൾ നട്ടല്ലോടുകൂടി വെളിച്ചത്ത് കൊണ്ടുവന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പൊ അയാളെ അങ്ങ് ബ്ലെയിം ചെയ്യുമ്പോൾ അത് ശരിയാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ, ഭൂരിപക്ഷ സമുദായത്തിന്റെ ഒരു കൂട്ടായ്മ വന്നപ്പോൾ ഈ പറയുന്ന ഉണ്ണി ബാലകൃഷ്ണൻ കണ്ടെത്തിയത് മറ്റേത് പാർട്ടിയാണ്, ഇത് സമുദായ സംഘടനയാണ്, ഇങ്ങനെ ഉണ്ടാവരുത്. നാളെ കാലത്തെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വിടുന്ന അദ്ദേഹത്തിന്റെ മകൻ ആരാണെന്നറിയാമോ? VDJS നേതാവാണ്. VDJS എന്താണെന്നറിയാമോ? SNDPയുടെ പാർട്ടിയാണ്. അപ്പം ആ പാർട്ടിയെ അവർ വിഴുങ്ങി, അവരുടെ അജണ്ടയായിരുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ഈഴവരെ അവരുടെ കസ്റ്റഡിയിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമായിരുന്നു. അത് ഒരു പരിധി വരെ വിജയിച്ചു. ഇനിയും NSS ജനറൽ സെക്രട്ടറി ഇതുവരെ നിരൂപിച്ചിരുന്ന അല്ലെങ്കിൽ നടത്തിയിരുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് BJPയെ ഒരകലം പാലിച്ച് നിർത്തിയിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ആണ് കാണുവാൻ സാധിച്ചത്. ഇതോടുകൂടി NSSനെ അങ്ങ് വിഴുങ്ങും. അങ്ങനെ വിഴുങ്ങിയാൽ അതിവിടെ തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഒരു അജണ്ടയാണ് അതിൻ്റെ പുറകിൽ. അത് NSS ജനറൽ സെക്രട്ടറി പോലും അറിയാത്ത അജണ്ടയാണ് എന്നുള്ള രീതിയിൽ BJP, അല്ലെങ്കിൽ BJP വന്നാൽ ഇയാൾ മാധ്യമപ്രവർത്തനം നടത്തുന്നത്, BJP വന്നാൽ അയാൾക്ക് എന്താ, കോൺഗ്രസ് വന്നാൽ അയാൾക്ക് എന്താ, CPM വന്നാൽ അയാൾക്ക് എന്താ? അയാൾക്ക് ആര് വന്നാലും ഈ പറഞ്ഞ ജനത്തിന് പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ നോക്കണ്ടേ, അല്ലെങ്കിൽ രാജ്യത്തിന് പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ നോക്കണ്ടേ? അതിനകത്ത് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഉറക്കം വിളിച്ച് പറയണം, അതല്ലേ മാധ്യമപ്രവർത്തനം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അജണ്ട പൊളിയുന്നു എന്ന് കണ്ടാൽ അത് വീണ്ടും റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടി കരയുന്ന മാധ്യമ പ്രവർത്തനം. അതാണ് നേരത്തെ നമ്മൾ പലവട്ടം പറയാറുള്ളത്. മാധ്യമ പ്രവർത്തനത്തിന് ഇറങ്ങുന്നവർ, അതിന് നിയോഗിക്കപ്പെട്ടവർ ആരുടെയെങ്കിലും അച്ചാരം മേടിച്ചിട്ടാണോ ആ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്? അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം ഒരിടത്തും നടക്കത്തില്ല. അതായത് അത് നമ്മളിപ്പോൾ റിപ്പോർട്ടറിന്റെ കാര്യം അതുകൊണ്ടല്ലേ പറയുന്നത്. റിപ്പോർട്ടർക്ക് എന്ന് പറയുന്ന റിപ്പോർട്ടറിന്റെ ആരാ? മരമുറി കേസിലെ കള്ളപ്പണ ഇടപാടുകാർ. അവരൊരു മാധ്യമത്തെ വിലയ്ക്ക് മേടിച്ചു എന്തിനാ? അവർക്കെതിരെ വരുന്ന കാര്യങ്ങൾ അങ്ങനെയല്ലെന്ന് പറയുന്നതിന് വേണ്ടി ആ മാധ്യമത്തെ ഉപയോഗിക്കുന്നില്ലേ? അല്ലെ പലവട്ടം അവരുടെ അജണ്ടകൾ അവരുടെ എഡിറ്റോറിയൽ ബോർഡ് എടുക്കുന്നത് എന്താണ്? അവർക്ക് പറയേണ്ട കാര്യങ്ങൾ ജനത്തോട് പറയുന്നത്. നമ്മളെപ്പോലുള്ളവർക്ക് മാത്രം തിരിച്ചറിയാൻ പറ്റും സാറേ, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ വിശ്വസിക്കത്തില്ല. മീറ്റിംഗിൽ സാധാരണ ജനങ്ങൾ ആദ്യമേ കാര്യങ്ങൾ അറിയുന്നത് എങ്ങനെ? രാവിലെ ഒരു പത്രം എടുത്ത് വെച്ച് നോക്കിയിട്ട് അതിനകത്ത് എഴുതുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിക്കുന്ന ജനം ഇപ്പോഴും ഏറ്റവും കൂടുതൽ അല്ലെ ഈ പറയുന്ന ദൃശ്യ മീഡിയത്തിൽ കൂടെ വരുന്ന വാർത്തകൾ വിശ്വസിച്ച് അതാണ് ശരിയെന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. പിന്നെ ഇതിനൊക്കെ ഓർക്കമായിട്ടെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനലുകളിൽ നിന്ന് സത്യങ്ങൾ പറയുന്നുണ്ടല്ലേ ഇപ്പൊ അതിനൊരു മാറ്റം വന്നത്, അല്ലെങ്കിൽ അതിലേക്ക് ആശ്രയിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഉണ്ണി ബാലകൃഷ്ണന്റെ ചൊറിച്ചിലിന് പുറകിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള ഒരു കാര്യത്തിന് പുറകിൽ BJPയിലേക്ക് NSS പോയാൽ NSS അല്ലേ ഞാൻ NSS അല്ലെങ്കിൽ നായരാ സാർ അല്ലെങ്കിൽ ആര് കാണും? അവരല്ലേ തീരുമാനിക്കുന്ന ആരുടെ കൂടെ പോകണം? കൊള്ളാവുന്നതിന്റെ കൂടെ പോകും. SNDPക്കാരൻ കൊള്ളാവുന്നതിന്റെ കൂടെ പോകും. അതിനകത്ത് ആരും ആ നേതാക്കന്മാർക്ക് അവരുടെ ജാതി, അവർ ഒരു ജാതി സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കില്ലേ? അപ്പൊ അവരുടെ ജാതി സംഘടനയ്ക്ക് ആ താല്പര്യമുള്ള രീതിയിൽ അതിന് ഗുണമുണ്ടാകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ആ വഴിക്ക് നീങ്ങുകയും ചെയ്യുന്നതിന് ഉണ്ണി ബാലകൃഷ്ണൻ എന്താണ് പ്രശ്നം? ഉണ്ണി ബാലകൃഷ്ണൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ പറയുമ്പോൾ നിഷ്പക്ഷമായിട്ട് പറയണം. ഈ പറഞ്ഞ ഷാജി പറഞ്ഞതിനകത്ത് ശരികേടുണ്ടോ എന്ന് ഉണ്ണി ബാലകൃഷ്ണൻ പരിശോധിക്കണം. മുസ്ലിം ലീഗുകാരൻ ചെയ്യുന്നതിനകത്ത് എത്ര ശരികേടുണ്ടെന്നുള്ള കാര്യം പരിശോധിക്കണം. എന്തുകൊണ്ട് ഈ പറയുന്ന ഒന്നിച്ച് നിൽക്കണമെന്ന് ഇപ്പുറത്ത് പറയുമ്പോൾ ഒന്നിച്ച് നിൽക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ വെപ്രാളം പിടിക്കുന്നവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമില്ലാത്ത ഒരു സംവിധാനത്തിലേക്ക് ഒരു പക്ഷേ മലപ്പുറം വന്നപ്പോൾ അതേപ്പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ലല്ലോ. അവിടെ സീറ്റുകൾ നിഷേധിക്കുമ്പോൾ, ബാക്കി ഉള്ള സമുദായങ്ങൾക്ക് സീറ്റുകൾ നിഷേധിക്കുമ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ഉണ്ണി ബാലകൃഷ്ണൻ തയ്യാറാവുന്നില്ലല്ലോ. ഉണ്ണി ബാലകൃഷ്ണൻ തയ്യാറാകും. VD സതീശൻ പറഞ്ഞ തിരുവനന്തപുരത്ത് എന്തുകൊണ്ട് BJP വന്നു, ഭൂരിപക്ഷ ഏകീകരണം കൊണ്ട് വന്നു എന്ന് പറയുമ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ അതെടുത്തുകൊണ്ട് ചാടുന്നതിന് വേണ്ടി തയ്യാറാകും. ഇപ്പോൾ ഇതുപോലെ വെമ്പൽ കൊള്ളുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ചിലരുടെ അജണ്ട ശരിക്കും പറഞ്ഞ ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ടയുമായിട്ടായിരിക്കും ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്നതിനപ്പുറം വേറെ എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റ് പറയാനും പറ്റും. തീർച്ചയായിട്ടും നമ്മൾ ഇത്ര പ്രകോപിതരായി തീരുന്നത് എന്തെന്ന് വെച്ചാൽ ഉണ്ണി ബാലകൃഷ്ണന്റെ ആ ശബ്ദം കൂടി നമ്മൾ കേൾക്കുന്നുണ്ടാണ്. പക്ഷെ അങ്ങനെ അല്ല അത് ആസ്വദിക്കുന്നത്. ഏഷ്യാനെറ്റിലെ അദ്ദേഹത്തിൻ്റെ ഈ സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ ആസ്വദിക്കുക. ഞാനൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. ഓഡിയോ അങ്ങ് മ്യൂട്ടാക്കി ഇടുക, എന്നിട്ട് അത് ആസ്വദിക്കുക. നല്ല ആസ്വാദനം. TV ഫോർമാറ്റിൽ ഇങ്ങനെ ഇത്രയും നല്ലൊരു കോമഡി ഷോ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ ചിരിച്ച് തലവലിപ്പോൾ ഒന്നാം തരം കോമഡി ഷോ. ഈ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന കേരളത്തിലെ നമ്പർ 1 ചാനലാന്ന് പറയും. ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരുത്തനുമില്ലേ? എവിടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരുത്തനുമില്ലേ? K. അജിത്ത് തുടങ്ങി വെച്ച പ്രസ്ഥാനമാണ്
എന്തൊരു കോമാളിത്തരമാണ് ഇയാൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇയാൾ പ്രിന്റ് മീഡിയയിൽ ഇരുന്നുകൊണ്ടേ വിഷ്വൽ മീഡിയയിലെ ആളാവില്ല. അത് ഉറപ്പായിട്ടും പറയാം. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ച ഒരു തൻ്റെ അടുത്തോടും ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത്. വെല്ലുവിളിക്കുന്നുണ്ട് ഈ ബാലകൃഷ്ണൻ. നിങ്ങൾ ഈ കാണിക്കുന്ന പേക്കൂത്തെന്ന് പറയുന്നത് ഒരു നാണക്കേടാണ്. മീഡിയയ്ക്ക് അതിന് എന്തൊരു നാണക്കേടാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എല്ലാം മാഷ് പറഞ്ഞത് ശരിയാണ്. ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റ് റാഡിക്കലിസത്തിൻ്റെ പ്രതിനിധികളായിട്ട് കുറേ എണ്ണങ്ങളുണ്ട്. മാധ്യമപ്രവർത്തകർ കലാലയത്തിൽ പഠിച്ചപ്പോൾ SFIയുടെ ആൾക്കാരായിരുന്നു. ഇപ്പോൾ ചാനലിൽ വന്നപ്പോൾ ജോർജ് സൊറോസിൻ്റെ ആൾക്കാരായിട്ട് മാറി. ഇന്ത്യയിലും നേപ്പാളിലും ബംഗ്ലാദേശിലും നടന്ന മാതിരി ഒരു വർഗീയ കലാപം നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ആൾക്കാർ അതിവിടെ മാത്രമല്ല, JNUവിലുണ്ട്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലുണ്ട്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലുണ്ട്. അവിടെയെല്ലാം തിന്നു കുടിച്ചിരിക്കുക. ഇപ്പോൾ ഏറ്റവും കൂടി വന്നിരിക്കുന്നത് എന്താണ്? ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് മുതലായ സർവകലാശാലകളിലുമുണ്ട്. അവിടുന്ന് UAEയിൽ നിന്ന് പഠിക്കാൻ തീവ്രവാദം പഠിക്കാനല്ല, വിട്ട കുട്ടികളെ പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൊടുത്ത സ്കോളർഷിപ്പ് നിർത്തലായിക്കൊണ്ടിരിക്കുക. എന്താ, ഈ പിള്ളേർ പോയിട്ട് ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ ആൾക്കാരായിത്തീർന്നു. ആഗോള വ്യാപകമായി ഇത് ഏത് പ്രസ്ഥാനത്തിൻ്റെ പിന്തുടർച്ചയാണെന്നറിയാമോ? ഇസ്ലാമിക് ബ്രദർഹുഡും ഇസ്ലാം മാത്രം മതി ലോകത്തിൽ നിന്നുള്ളതാണ് അവരുടെ ആശയം. അതെല്ലാം മൗദൂദിസത്തിൻ്റെ പിൻഗാമികളാണ്. മൗദൂദി എവിടെ ജനിച്ചു? ഇന്ത്യയിൽ ജനിച്ചു. ഇന്ത്യയിൽ ജനിച്ചിട്ട് മുസ്ലിം നാടായിട്ടുള്ള പാകിസ്ഥാനിലേക്ക് ചേക്കേറി. ആ പ്രസ്ഥാനത്തെ പിന്തുടരുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയാണ് അവരുടെ ആദർശമൊക്കെ മാറ്റിയിട്ടുണ്ട്. VD സതീശൻ എന്ന് പറയുന്ന ആള് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞത്. പുലിക്ക് അല്ലെങ്കിൽ കടുവയ്ക്ക് അതിൻ്റെ പുള്ളികൾ മാറ്റാൻ പറ്റുമോ? അവരുടെ ആദർശം ആഗോള ഇസ്ലാമാണ്. കഴിഞ്ഞ ദിവസമാണല്ലോ എന്താ അദ്ദേഹത്തിൻ്റെ പേര്, കാരയിൽ അഹമ്മദ് ഷെയ്ഖോ എന്ത് പേരുമാണ്, ഇതൊക്കെ ഓർത്തിരിക്കുന്നത് തന്നെ നമുക്ക് ശല്യം. അവൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാം? ഇവിടെ ഭൂരിപക്ഷം വേണമെന്നില്ല, ഇസ്ലാമിക രാഷ്ട്രമായിട്ട് തീരണം, അള്ളാഹുവിൻ്റെ രാഷ്ട്രം വരുന്നതിൽ ഓരോരുത്തരും അഭിമാനിക്കണമെന്ന്. നമ്മൾ ഇറാനിൽ കാണുന്നുണ്ടല്ലോ. ഇറാനിൽ കണ്ടല്ലോ ഇത് മതരാഷ്ട്രം കൊണ്ടുവന്ന് എന്തൊക്കെയാണ് സംഭവിച്ചെന്ന്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും കുറഞ്ഞ തോതിലെങ്കിലും അത് കാണുന്നുണ്ടല്ലോ. ജനാധിപത്യമില്ല, മതേതരത്വമില്ല. ഇവിടെ ഈ മതേതരത്വം എന്ന് അവർ പേരിട്ട് വിളിക്കുന്ന, ഓമനെ പേരിട്ട് വിളിക്കുന്നത് എന്തിനെയാണെന്നറിയാവും? തനി ഇസ്ലാമിക വർഗീയതയ്ക്കാണ് അവർ മതേതരത്വം എന്ന ഓമന പേരിട്ടിരിക്കുന്നത്. സ്യൂഡോനിം എന്ന് പറയും ഇംഗ്ലീഷിൽ. വ്യാജനാമം, ഒരു ഫ്രോഡാണത്. ഫ്രോഡ്സ്റ്ററാണ് ഇവന്മാർ. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, സത്യം പറയുമ്പോൾ അതിനെ വർഗീയത എന്ന് വിളിക്കുന്നു. അങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശൻ വർഗീയനാവുന്നത്. അദ്ദേഹം പറഞ്ഞു 100% സത്യം. സജി ചെറിയാൻ പറഞ്ഞു 100% സത്യമാണ്. അതെല്ലാം വർഗീയം, അവർ വർഗീയ വിഷയങ്ങളാവും. സജി ചെറിയാനെ കൊണ്ട് മാപ്പും പറയിച്ചു മാർക്സിസ്റ്റ് പാർട്ടി. എന്താ കാര്യം? അല്ലെങ്കിൽ ജയിക്കാൻ പറ്റില്ല തെരഞ്ഞെടുപ്പിൽ. അവരുടെ വോട്ടില്ലെങ്കിൽ, മുസ്ലിങ്ങളുടെ വോട്ടില്ലെങ്കിൽ ജയിക്കാൻ പറ്റില്ല. മമ്മൂട്ടിയുടെ പടം വിജയിക്കുന്നുണ്ട്, മലപ്പുറത്ത് കാണുന്നുണ്ട്. മോഹൻലാലിൻ്റെ കാണില്ല. പച്ച സത്യമല്ലേ ഇത്? കാലങ്ങൾക്ക് മുമ്പേ സംഭവം അല്ലേ? അങ്ങനെയാണ്. ഇപ്പോൾ മാധ്യമമല്ലാതെ ഒരൊറ്റ പത്രം അറേബ്യൻ നാടുകളിൽ വിൽക്കാറില്ല. എന്തുകൊണ്ട്? അത്രമാത്രം വർഗീയമായിരിക്കും. ഇവന്മാർ ഇതൊന്നും കാണുന്നില്ല. നിങ്ങളുടെ പത്രം ഉൾപ്പെടെ, ഉണ്ണി ബാലകൃഷ്ണൻ നിങ്ങളുടെ നേരത്തെ ഇരുന്ന പത്രം ഉണ്ടല്ലോ, ആ പത്രം ഉൾപ്പെടെ അതിൻ്റെ ഒരൊറ്റ കോപ്പി പോലും വിൽക്കപ്പെടുന്നില്ല ഗൾഫ് നാടുകളിൽ. ഇതിൻ്റെ പേരാണ് എന്താ? ഹിന്ദു വർഗീയതയാണോ? അതോ ആണോ? പറയൂ ഉണ്ണി ബാലകൃഷ്ണ. നിങ്ങൾ ഓരോന്ന് പറയുന്നതിന് 100 ചോദ്യങ്ങൾ വീതം ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. നിങ്ങൾ പറയില്ല അതിനൊന്നും ഉത്തരം. നിങ്ങൾ ഈ കോക്കാമ്പീച്ച് കാണുന്നത് കണ്ട് ഞങ്ങൾ ആസ്വദിക്കുന്നു. ഈ ശബ്ദം കേൾക്കാനേ വരുന്നില്ല. അത്രയേ ഉള്ളൂ. നിങ്ങൾ എന്തോന്നായി കാണിക്കുന്നത്? നിങ്ങളുടെ ഈ കൂപമണ്ഡൂപമായിട്ട് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനലിരുന്നു കൊണ്ട് നിങ്ങൾ ഈ ഹിന്ദുവിൻ്റെ ഈ ഉണർത്തെഴുന്നേൽപ്പിനെ നിങ്ങൾ കടിച്ചമർത്താൻ പറ്റുമെന്നാണോ? എന്താ നിങ്ങൾക്ക് പ്രശ്നം? NSS അതുപോലെ തന്നെ ഈ SNDPയും തമ്മിൽ ചേർന്നാൽ എന്താ നിങ്ങൾക്ക് പ്രശ്നം? നിങ്ങൾക്കറിയുമോ? നിങ്ങൾ ഈ കൂപമണ്ഡൂപമായിട്ട് ആ ചാനലിനകത്തിരിക്കുന്നതുകൊണ്ടാണ് ആഗോള വ്യാപകമായിട്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം ചേർന്ന് ഇസ്ലാമിക നേറ്റോ ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഈ ഇന്ത്യയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടും അവർ ശക്തമായി കഴിഞ്ഞാൽ. പാകിസ്ഥാൻ്റെ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് തുർക്കി, സൗദി അറേബ്യ, ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന പാക്റ്റാണ് വരുന്നത്. നേറ്റോ, ഇസ്ലാമിക് നേറ്റോ എന്നാണ് പറയുന്നത്. ഏത് സുന്നി രാജ്യത്തിനും അതിൽ ചേരാം. തുറന്നിട്ടിരിക്കുകയാണ് വാതിലുകൾ. ഇന്ത്യക്ക് ചേരാൻ പറ്റില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. എങ്കിലും ചേരാൻ പറ്റില്ല. നേരത്തെ ഇന്തോനേഷ്യനായിരുന്നു. ഇപ്പോൾ ജനസംഖ്യ കൂടിക്കൂടി അവരുടെ എണ്ണം കൂടിക്കൂടി ഇപ്പോൾ ഇന്ത്യ തന്നെ ആയി കാണും. ഇന്ത്യക്ക് പക്ഷേ ചേരാൻ പറ്റില്ല. എന്താണ്? ഇവിടെ ഹിന്ദുക്കളുണ്ട്. അത് വർഗീയതയല്ലേ? പഹൽഗാമിൽ തുണി മാറ്റി പരിശോധിച്ചിട്ട് കൊന്നത് വർഗീയതയല്ലേ? അവിടെ വംശഹത്യ നടക്കും. ഒരു പത്രത്തിൽ എഴുതിയിരിക്കുന്ന കണ്ടു, ഇന്ത്യയിൽ വംശഹത്യ നടക്കുമെന്നോ? നടന്നില്ലേ? കാശ്മീരിൻ്റെ മണ്ണിൽ അവിടെ പാവപ്പെട്ട പണ്ഡിറ്റുകളെ കൊന്നു തള്ളിയത് വർഗീയതയല്ലേ? ഇതൊന്നും കാണാതെ നിങ്ങൾ NSSും SNDPയും കൂടെ ഐക്യമുണ്ടാക്കി. എന്നാണ് NSS വർഗീയത പ്രചരിപ്പിച്ചിട്ടുള്ളത്? ആരാണ് സവർണ സത്യാഗ്രഹം നടത്തിയത്? ഇത് വല്ലതും ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ?
വർഗീയത എന്നെങ്കിലും NSS വളർത്തിയിട്ടോ SNDP ചില സത്യങ്ങൾ, പൊള്ളുന്ന സത്യങ്ങൾ അവർക്ക് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് നിങ്ങൾ ഈ വർഗീയത, ഈ ഫണ്ടമെൻ്റലിസ്റ്റം, റാഡിക്കലിസത്തെ ഇങ്ങനെ പ്രീണിപ്പിച്ച് കൊഴിപ്പിക്കുന്നത് കണ്ടിട്ട് ഒരു സത്യം വെള്ളാപ്പള്ളി പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് വർഗീയതയാണ്. നിങ്ങൾ ഈ കാണുന്ന വർഗീയതയെ സത്യമായിട്ട് നിങ്ങൾ എഴുന്നള്ളിക്കുന്നു. പാടെ നിങ്ങൾ SFIയുടെ ആ മസ്തിഷ്ക പ്രക്ഷാളനം കൊണ്ട്, അല്ലെങ്കിൽ ജോർജ് സൊറോസിൻ്റെ പണം കൊണ്ട് നിങ്ങളുടെ മസ്തിഷ്കം വിഷലിപ്തമായിരിക്കുന്നു എന്ന് മാത്രമേ അതിനർത്ഥം.